ഒരു നല്ല ഗ്രാമമാണ് എൻ്റെ ഈ കാട്ടാക്കട ആമച്ചൽ എന്ന് പറയുന്ന നാട്. അവിടം കാർഷിക സമൃദ്ധമാണ്, നിഷ്കളങ്കരായ ജനങ്ങളുള്ള ഒരു സാധാരണ ഗ്രാമമാണ്. എല്ലാ കേരളത്തിലെ ഏതൊരു ഉൾനാടൻ ഗ്രാമത്തെയും പോലെയുള്ള ഗ്രാമം. അത് നെയ്യാറിൻ്റെ തീരത്തുമാണ്. അപ്പോൾ ഈ നെയ്യാറ് ഒരു വലിയ അനുഭവമാണ് എനിക്ക് ലൈഫിൽ കുഞ്ഞായിരിക്കുമ്പോഴേ. ആ കുട്ടിക്കാലത്ത് നെയ്യാറിൽ ചാടി നീന്തി കളിച്ച് കുളിച്ച് വളരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രകൃതി ഒരു ബോധം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുതിയ പാട്ട് എഴുതിയപ്പോൾ ഇപ്പം സിനിമയിൽ പാട്ടെഴുതാൻ ആദ്യ അവസരം കിട്ടുമ്പോൾ തന്നെ അങ്ങനെയാണ് എൻ്റെ നാട്ടിലെ എൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് എഴുതിയത്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ, കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം എന്നെഴുതി. അപ്പോൾ അങ്ങനെ ഒരു കതിരോർമ്മ ബാല്യത്തിൽ കിട്ടിയതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതാൻ കഴിയുന്നത്. പുതിയ തലമുറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അനുഭവങ്ങളില്ലായ്മ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ മക്കൾ വിശപ്പ് എന്താണെന്ന് അറിയുന്നില്ല. എന്നാൽ ഒരു വലിയ വിഭാഗം മക്കൾ വിശപ്പ് മാത്രം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. ഈ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ദില്ലിയിലൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മുംബൈ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും ധാരാളം. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് പോലും നമ്മുടെ മക്കൾ അറിയുന്നില്ല. പുതിയ തലമുറ അവർ അനുഭവങ്ങളില്ലാതെ വളരുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. അത് സർഗാത്മകതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അർത്ഥം. ഇപ്പം കനപ്പെട്ട എഴുത്തുകാരൊക്കെ വലുതായിട്ട് കടന്നു വരുന്നതിന് ഇപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇപ്പം ഇനി കാരണം എന്ന് പറയുന്നത് നല്ല അനുഭവങ്ങൾ ഇല്ലാതെ വളരുന്നു അല്ലേ. ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നു അല്ലേ. അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പം നമുക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, സമ്പന്നമായ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. അനുഭവ സമ്പന്നം എന്നാണ്. അതിനകത്ത് ഇല്ലായ്മയുണ്ട്, പട്ടിണിയുണ്ട്, കഷ്ടപ്പാടുണ്ട്, അപകർഷതയുണ്ട്, അവഗണന, അടിമത്തം, അപകർഷ ജീവിതം എന്ന് ഞാൻ എൻ്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അവഗണനയും അപകർഷ ജീവിതവും മാനസികമായ അടിമബോധമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം നേരെ തിരിച്ച് മനോഹരമായ ഭൂമിയും കാലാവസ്ഥയും പ്രാണവായുവും മനോഹരമായ അന്തരീക്ഷവും ഒക്കെ അനുഭവിക്കാൻ, സൗഹൃദങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പം എൻ്റെ കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ തലമുറയിൽപ്പെട്ട എഴുത്തുകാർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. അടുത്ത നമ്മുടെ മക്കൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പുറം വീട്ടിലെ ഞെട്ടറ്റ മാങ്ങയെ ഉപ്പു തൊട്ടുണ്ണുന്ന കയ്പുജാൽ ചുണ്ടിനെ, അതുപോലെ പൊണ്ണത്തടി തയ്യൽ ടീച്ചറെ പാടത്തെ ചാല് ചാടിക്കുവാൻ നീട്ടും കരങ്ങളെ, കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ, നീ ഒഴുകിപ്പരക്കുകന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ ഈ എന്നിലും. അതിനകത്ത് പറയുന്ന വരികളാണ്. അപ്പുറം വീട്ടിലെ ഞെട്ടറ്റ മാങ്ങയെ ഉപ്പു തൊട്ടുണ്ണുന്ന കയ്പുചാൽ ചുണ്ടിനെ. അങ്ങനെ എൻ്റെ ബാല്യം മുഴുവൻ അതിനകത്ത് വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്ന ഒരു ഓട്ട ഉടുപ്പുള്ള കാക്കുക്കറുമ്പനെ, കവിതയെ പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കുമെന്നാണ്. അപ്പോൾ ലൈഫ് ഉള്ളതുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാല്യം സമർത്ഥമായിരുന്നു. ഈ ബാല്യം സാറിന്റെ കവിതകളിലുണ്ട്. എപ്പോഴും ഞാൻ പല ഇന്റർവ്യൂകളിലും സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രേണുക എന്ന് പറയുന്നത് സാറിന്റെ ഒരു സാങ്കല്പിക കവിതയാണ്. സാറിന്റെ പ്രണയമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അനുഭവങ്ങളോ അല്ല അതിലെന്ന് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ കൂടി വീണ്ടും രേണുക കേൾക്കുമ്പോൾ
അതെല്ലാം കള്ളമാണെന്ന് തോന്നുന്ന ഒരു പവർ ആ കവിത. അതായത് എൻ്റെ അനുഭവങ്ങളല്ല എന്നുള്ളതല്ല, എൻ്റെ പ്രണയാനുഭവങ്ങളും അതിനകത്തുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ധാരാളം പ്രണയബോധങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രണയാനുഭവങ്ങളുടെയും പ്രണയ സാക്ഷ്യങ്ങളുടെയും ബോധങ്ങളുടെയും ഒരു അടയാളപ്പെടുത്തലിലൂടെ ഉണ്ടായതാണ് ആ കവിത. അപ്പോൾ എൻ്റെ മാത്രം പ്രണയാനുഭവമല്ല, നമുക്ക് എത്രയോ പ്രണയാനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ? എനിക്കും അങ്ങനെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അനുഭവം ഇല്ലാതെ എഴുത്തുണ്ടാവില്ലല്ലോ. ആ അനുഭവത്തിൻ്റെ ഒരു നന്മ ആ കവിതയ്ക്കുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നത് അല്ലേ? അതാണ് അതായത് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം എന്നാണ് അല്ലേ? പരമാവധി കടം കൊള്ളാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. വീണ്ടും വീണ്ടും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രമേ നമുക്ക് പിരിയുമ്പോൾ കടം കൊള്ളാനുള്ളൂ സത്യത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രണയ നഷ്ടത്തെ ആസ്വദിക്കണം, അല്ലാതെ അതിൽ നമ്മൾ ഇല്ലാതായി പോവുകയല്ല. ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും നെൻ ബാല്യം.